അങ്ങനൊന്നും തോന്നരുത്. ഈ സ്ഥലം ഇങ്ങനെ വെറുതെ ഇട്ടിരുന്ന വേറെ ആരെങ്കിലും വന്ന് കയറും. അണ്ണനെ കൊണ്ട് ഇനി നടത്താനും പറ്റൂല. പിന്നെ അണ്ണൻ്റെ വണ്ടി സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വാണ 12 ദോശകൾ നിന്നിട്ട് പോയി. എന്താ മക്കളെ? എന്താ ഇക്ക? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്നാലും ആ പന്നി ഈ ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്നാലും ഈ അവസ്ഥയിൽ ഈ പാവത്തിനെയും കുട്ടികളെ ഇട്ടോണ്ട് ഇവള് മനുഷ്യസ്ത്രീ തന്നെയാണോ? പടച്ചോനെ, നീ ഒന്നും മിണ്ടാതിരി നസീമ. പിന്നല്ലാതെ കണ്ണിച്ചോരയില്ലാത്തോളൂ. ഇത്തിരി വെള്ളം. നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ നിറഞ്ഞ ഒരു നല്ല വീട്ടിൽ പിറന്ന കനകൻ വത്സാമണി എന്ന നാടകക്കാരിയുടെ മുന്നിൽ വെറും ഒരു നടനായി മാറി. നാടകം കനകൻ്റെ ജീവവായുവായിരുന്നു. വീട് തന്നെ ഒരു നാടകശാലയായി മാറുകയായിരുന്നു. അയാളുടെ ഇഷ്ടത്തിനൊത്തു നിന്ന അച്ഛനും അമ്മയും. പക്ഷേ ഭൂമിയിലെയും സ്വർഗത്തിലെയും നെഞ്ചുവിരിച്ച് ഭൂമിയിലെയും സ്വർഗത്തിലെയും എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനെ, കാണാൻ കഴിയില്ലെങ്കിലും ഈ നാടിന്റെ എല്ലാ യാതനകളും അങ്ങ് അറിയുന്നുണ്ട്. ഒന്ന് പറഞ്ഞാടേ. ലയൂസിന്റെ കൊലപാതകികളെ കണ്ടുപിടിച്ച് വധിക്കുകയോ തേബ്സിൽ നിന്നും നാടുകടത്തുകയോ ചെയ്യാത്തിടത്തോളം ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുകയില്ല. എന്തോടെ വായിക്കുന്നത്? ഇത് ഗ്രീക്ക് നാടകമാണ്. ഇത് പഴയ ശാകുന്തളം. ഇതല്ല സംഗീതം. എന്റെ പൊന്ന് കനക, പെട്ടിയിൽ വായിച്ച ഈ സംഗീതേ കിട്ടൂ. ഇതല്ലേ അറിയാം. ചായത്തി കുടിക്ക്. കടിയില്ലേ ചേച്ചി? ആ, അച്ഛന്റെ വടിയായിട്ട് വരുന്നുണ്ട്. അവിടെ കൊടു. ചായ കുടി. എടാ, നേരം പാതിര ആയില്ലേ? അച്ഛന് കിടന്ന് ഉറങ്ങണം. മതിയാക്കടാ. ഒന്നുകൂടി ഇറക്കി പിടിച്ചേ. ചായക്ക് ചൂടേ ഇല്ല. ഒന്നുകൂടി. നോക്കൂ. ഒന്നുകൂടി താങ്ങും. നോക്കാം. ഓക്കെ. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറയും. അതല്ലേ അമ്മ പറഞ്ഞത്? ഒരു നാടക സമിതി തുടങ്ങിയ ഒരു സ്ഥിര വരുമാനമാകും. അമ്മയുടെ ആഗ്രഹവും നടക്കും. അല്ലാതെ ചുമ്മാ കട്ടിക്കൊണ്ട് വന്നാലേ ആര് ചെലവിന് കൊടുക്കും?
നീ ഇങ്ങനെ നാടകവും കളിച്ച് ആദർശവും പറഞ്ഞ് നടന്നു. എടാ, നിന്റെ കൂടെയുള്ള ശശാങ്കന് കുട്ടികൾ 2 ആയി. എനിക്കിപ്പോ ശശാങ്കനെ പോലെ ആകാൻ പറ്റുമോ? നിന്റെ ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കാമെന്ന് വെച്ചാ അത് നടക്കും തോന്നുന്നില്ല. അമ്മേ, അങ്ങനെ ഞാൻ മരിക്കാൻ വിടൂല കേട്ടോ. പോടാ. ആ. അമ്മ അച്ഛനോട് സംസാരിച്ച് ഒന്ന് ആ സമിതിയുടെ കാര്യം ഒന്ന് ശരിയാക്കാൻ നോക്ക് കേട്ടോ. ആ. ഇല്ലിമുളം കാട് ഇവനിത് എന്തിന്റെ പുറപ്പാടാണോ എന്റെ ഈശ്വര. വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവും. എന്റെ മുമ്പിലുള്ള ഈ ജനങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനം എനിക്ക് നിങ്ങളോടുണ്ട്. ക്രിയോൺ, അവൻ എനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന, അതാണ് എന്നെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നത്. വേണ്ട, നിർത്തണ്ട, നന്നാവുന്നുണ്ട്. ഈ കുട്ടിക്ക് ചിലയിടങ്ങളിൽ അക്ഷരശുദ്ധി പോരാ, ശ്രദ്ധിച്ചാ മതി. ആ, നടക്കട്ടെ. ജീവിക്കാനായി ഒരു വരുമാനം ഉണ്ടാകുന്നത് നല്ലത് തന്നെ. നാടക പ്രവർത്തനം അത്ര മോശം പരിപാടിയൊന്നും അല്ല. ഒരു സ്ഥിര വരുമാനം ഒന്നും നാടകം കൊണ്ട് നടന്നാൽ കിട്ടണമെന്നില്ല. വർഷത്തിൽ ചുരുങ്ങിയത് 10-300 നാടകമെങ്കിലും കിട്ടും. അതൊക്കെ മതി. അതൊന്നും പറയാനൊന്നും പറ്റില്ല. അതൊക്കെ നാടകത്തിനെ ആശ്രയിച്ചിരിക്കും. നീ വല്ല ഗൾഫിനും പോകാൻ നോക്ക്. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ സമിതി തുടങ്ങാനുള്ള പണമൊന്നും എൻ്റെ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, അവരവരുടെ ഭാഗം അങ്ങ് വീതം വെച്ച് തന്നേക്കാം. ഭാഗം വെക്കാനോ? ഇനി ഇതൊക്കെ എത്ര കാലം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനാവും? ഒരർത്ഥത്തിൽ ഇതിപ്പോ ഒരു നിമിത്തമായി, ഒരു നല്ല കാര്യത്തിനല്ലേ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ടച്ച. ജീവിച്ചിരിക്കുമ്പം തന്നെ വേണം. ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ കിടന്ന് തമ്മിലടിക്കാൻ പാടില്ല. ഈ വീടിരിക്കുന്ന സ്ഥലം ഒഴികെയുള്ള ഓഹരി ഉടൻ ഭാഗം ചെയ്യാം. ഇത് ഞങ്ങളുടെ കാലശേഷം മതി.